Hey guys, welcome back to a new vlog. എന്നുള്ളത് എവിടെയാണെന്നറിയാം. ഇന്ന് നമ്മളുള്ളത് മുതുമല ടൈഗർ റിസർവിൻ്റെ അകത്താണ് കേട്ടോ. ഇവിടുന്ന് മുതുമലയിൽ നിന്ന് തെപ്പക്കാട് എന്ന് പറഞ്ഞാൽ മുതുമല വൈൽഡ് ലൈഫ് സഫാരിയുടെ അവിടെ നിന്ന് നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ആ റോഡ് അങ്ങനെ വന്നിട്ട് കുറച്ചും കൂടെ ദൂരം വന്നു കഴിഞ്ഞാൽ സിംഗാര എന്ന് പറഞ്ഞിട്ടൊരു ഡൈവേഴ്സ് നമുക്ക് കാണാം. സിംഗാര അതുപോലെ മായാർ എന്ന് പറഞ്ഞിട്ട്. ഈ മായാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ മുന്നേ പോയതാണ്, പക്ഷേ സിംഗാര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു മുതുമല ഭാഗത്തൊക്കെ വന്ന് സഫാരിയൊക്കെ കഴിഞ്ഞ് ആന ക്യാമ്പൊക്കെ കണ്ട്. മുതുമലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എലിഫൻ്റുള്ള ഒരു ക്യാമ്പാണ് കേട്ടോ. ഒരുപാട് കുങ്കിയാനകളെ നിങ്ങൾക്ക് മുതുമലയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളവിടെ സഫാരിക്ക് പോയിരുന്നു, പക്ഷേ അനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ല. നല്ല കുങ്കിയാനകളും കാടും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലം. ഇവിടെ ഇതുപോലത്തെ ജീപ്പ് സഫാരികൾ ഒരുപാട് കിട്ടും. നിങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ജീപ്പുകാർ വന്നിട്ട് നിങ്ങൾക്ക് സഫാരി വേണോ വൈൽഡ് ലൈഫിലേക്ക് പോകാമെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അവർ കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ. ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നത് വെച്ചാൽ ഓക്കെയാണ്, അവർ വണ്ടിയിൽ പോകുക. കാരണം അത് അവർക്കൊരു ഉപജീവനമാർഗ്ഗമാണ് കേട്ടോ. അത് യൂസ് ചെയ്താൽ നല്ലതാണ്. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ അറിയാം, അവിടെ കൊണ്ട് കാണിച്ചു തരും. പക്ഷേ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും എന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മൾ പൈസ വാങ്ങിയിട്ട് ഈ ഒരു മായാർ റൂട്ടിലും സിംഗാർ റൂട്ടിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ട് പോയിട്ട് ഈ ഒരു സിംഗാര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോവിലുണ്ട്. ആ കോവിലിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങനെ മലക്കെ കാണാൻ കേട്ടോ ഫ്രണ്ടിലായിട്ട്. അങ്ങനെ അജുമോനാണ് നമ്മുടെ സാരഥി. നല്ല ഭംഗിയുള്ള റോഡാണ് സിംഗാരയിലേക്ക്. അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് 6 കിലോമീറ്ററാണ് സിംഗാരയിലേക്ക് എന്നതാണ്. നല്ല രസമുള്ളൊരു ഗ്രാമപ്രദേശം പോലെയാണ് കേട്ടോ ഈ റോഡ് കാര്യമായിട്ട് തോന്നുന്നു. ഇവിടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലായിട്ട് അങ്ങനെ പശുക്കളുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ധാരാളം പശുക്കളെ കാണാൻ പറ്റും. ഈ പശുവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട്. എന്തോരം പശുക്കളെ നോക്കി. നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി റോഡാണ് കേട്ടോ സിംഗാരയിലേക്ക്. റിസോർട്ടുകളൊക്കെ ഉണ്ട് കണ്ടോ. മിസ്റ്റി വുഡ് റിസോർട്ട്, വൈൽഡ് ബ്രീസ് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, റിവർ വാലി റിസോർട്ട്, കുറേ റിസോർട്ട് ഉണ്ട് കേട്ടോ. ഈ സിംഗാരയുടെ ഈ ഒരു റോഡ് വരുമ്പോൾ കുറേ റിസോർട്ട്സ് നമുക്ക് കാണാം. ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണമെങ്കിലേ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓ എൻ്റെ മോനെ രക്ഷയില്ലാത്ത പൂവാണ് അവിടെ. നിറയെ കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരമൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ നല്ല മരങ്ങളും കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ സ്ഥലം. ഒരു വയനാട് അതുപോലെ കൊടക് ഫീലാണ്. കൂർഗിലൊക്കെയാണ് ഇങ്ങനത്തെ ഫുള്ള് കാപ്പിത്തോട്ടങ്ങളും ഇങ്ങനത്തെ ഒരു വൈബ്. കൂർഗിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ കൂടുതലായിട്ടും കാണാറ്. അങ്ങനത്തെ ഒരു വൈബാണ് സിംഗാരയിലേക്ക് വരുമ്പോൾ കാണുന്നത്. അങ്ങനെ നമ്മളങ്ങനെ വന്നിട്ട് ഈ ഒരു സിംഗാര എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ആ റോഡിൻ്റെ ഡെഡ് എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഡെഡ് എൻഡ്. അവിടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ട്. അവിടെ നമ്മളെ കൈ കാട്ടി തടഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഒരു പവർ ഹൗസാണ്. ആ പവർ ഹൗസ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ചെക്ക് പോയിൻ്റ് വരെ വന്നിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷേ നല്ല രസമാണ് കേട്ടോ ഈ വരുന്ന വഴിയൊക്കെ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് കുറേ ദൂരമൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് വന്നപ്പോൾ നിറയെ കാപ്പിത്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. കോളാമ്പിപ്പൂവൊക്കെ ഉണ്ട്. ഇതിന് കോളാമ്പിപ്പൂ നല്ല രജു പറയാ. നീല എന്താ പറയില്ലേ, നീലക്കുറിഞ്ഞ നല്ലടാ. ഇതിനൊരു പേരുണ്ട്, നിശാഗന്ധി. എനിക്കറിയില്ല, നിങ്ങൾക്കറിയണേ ഒന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമുക്കിങ്ങനെ പോണ വഴിക്ക് അവിടെ നമ്മൾ ഈ തോട്ടം തൊഴിലാളികളുടെ വീടും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും.
നൈസ് സ്ഥലമാണ്, നല്ലൊരു ഡ്രൈവ് ആസ്വദിക്കാൻ പറ്റുന്ന. ഈ ഒരു 6 കിലോമീറ്റർ നല്ല റോഡാണ്. അതുകൊണ്ട് തന്നെ കുറേ ബൈക്ക് റൈഡേഴ്സും അതുപോലെ ഡ്രൈവ് എന്തൂസിയാസിസ്റ്റൊക്കെ നല്ല ഇങ്ങനെ കയറി വരുന്നുണ്ട് വഴിയിൽ. നല്ല ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സൂപ്പർ റോഡൊക്കെയാണ്. നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോയി നോക്കാം. തിരിച്ചു പോകുന്ന വഴിയിലേ ഇതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നോക്കാം. ഇവിടെയൊക്കെ നല്ല കരടികളൊക്കെ ഉള്ള സ്ഥലമായി ഭാഗം, സിംഗാര ഭാഗം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിമൽസ് ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. തിരിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല പച്ചപ്പുള്ള ഒരു പ്രകൃതിയാണ് ഇവിടെ. നല്ല പച്ച പതച്ചെടുക്കുന്ന ഒരു പ്രകൃതി, അതിൻ്റെ നടുവിലൂടെ ഒരു അടിപൊളി റോഡും. നമ്മൾ എന്തെങ്കിലുമൊക്കെ സൈറ്റിങ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിലൂടെ പോകുന്നത്. കരടിയോ ആനയോ കടുവയോ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഈ ഒരു പശുക്കളെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ മലകളുടെയും ഈ കാടിൻ്റെയും ഒക്കെ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കാണാനും നല്ലൊരു ഡ്രൈവ് വരാനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കടുവേനെയും ഒക്കെ സൈറ്റിങ് കിട്ടാറുള്ള, കരടീനെയും കടുവേനെയും ഒക്കെ സൈറ്റിങ് കിട്ടാറുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും യാത്രകൾ തുടരുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.